ഈശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ആണ്ടുവട്ടത്തിലെ 19ാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച, മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. വിവാഹമോചനത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഈശോ ഇവിടെ സംസാരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ വിവാഹമോചനത്തിൻ്റെ അനുവാദം മോശയ്ക്ക് നൽകിയിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇവർ ചോദിക്കുകയാണ്. അപ്പോൾ ഈശോ പറയുന്നൊരു മറുപടി വളരെ ശ്രദ്ധേയമാണ്. കാരണം നമുക്കറിയാം, നമുക്ക് ചുറ്റും പല തരത്തിലുള്ള വിവാഹമോചനങ്ങൾ നടക്കുന്നുണ്ട്. പരസ്പരം ഒത്തുപോകാൻ പറ്റാത്തതിൻ്റെ കാരണങ്ങൾ പലതാണ്. പരസ്പരം അംഗീകരിക്കാൻ പറ്റുന്നില്ല, ഈഗോ ക്ലാഷ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരാളുടെ ഇഷ്ടങ്ങളായിരിക്കില്ല വേറെ. അപ്പം ഒത്തുപോകാൻ പറ്റാത്തതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ എന്തൊക്കെ തരം കാരണങ്ങളാണെന്ന് പറഞ്ഞാലും ശരി, അതിലെല്ലാം ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ ഒറ്റ കാര്യത്തിൽ ഈശോ വളരെ ഏകാഗ്രതയോടെ അല്ലെങ്കിൽ വളരെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഒറ്റ വാക്കിൽ ഇതിൻ്റെ കാരണം നമ്മളെ പഠിപ്പിക്കുക. അതാണ് 19-ാം അധ്യായം 8-ാം വാക്യം. ഈശോ പറയുകയാണ്, അവൻ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തമാണ് ഭാര്യമാരെ ഉപേക്ഷിക്കുവാൻ മോശ നിങ്ങൾക്ക് അനുമതി നൽകിയത്. നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തമാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം ഇതാണ്, നമ്മൾ ഓരോ കാര്യങ്ങൾ പറയും. ഇപ്പം അവിശ്വസ്തത കാണിച്ചു, അത് അയാളുടെ ഹൃദയകാഠിന്യമാണ്. വിശ്വാസവഞ്ചന കാണിച്ചു എന്ന് പറയുന്നത് അതുപോലെ തന്നെ. പരിഗണിക്കാൻ പറ്റുന്നില്ല, സ്നേഹം കാണിക്കുന്നില്ല, ശുശ്രൂഷിക്കുന്നില്ല, പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഒരാൾ മറ്റൊരാളെക്കാൾ വലിയവനാണെന്ന് പറയുന്നു. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അതെല്ലാം ഹൃദയകാഠിന്യം കൊണ്ടാണ്. മാംസളമായ ദൈവത്തിന് ഉതകുന്ന കരുണയുള്ളൊരു ഹൃദയം, തിരുഹൃദയം പോലെ കരുണയുള്ളൊരു ഹൃദയം ഉണ്ടായിരുന്നുവെങ്കിൽ, അതാണ് ഈ ദമ്പതികളെ നയിച്ചിരുന്നതെങ്കിൽ യാതൊരു കാരണവശാലും അവർ പ്രശ്നത്തിലേക്ക് പോവുകയോ വിവാഹമോചനത്തിൽ ചെന്ന് നിൽക്കുകയോ ചെയ്യത്തില്ലായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് ഈശോ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, എന്തൊക്കെ തരം പ്രശ്നങ്ങൾ വിവാഹമോചനം കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വിവാഹമോചനത്തിനൊക്കെ നമ്മൾ നോക്കുമ്പം ഒരുപാട് വ്യത്യസ്ത കാരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഈ കാരണങ്ങളെല്ലാം ഒറ്റ കാര്യത്തിൽ നമുക്ക് പറയാം, ഹൃദയം കഠിനമായി പോയതുകൊണ്ടാണ് ഈ എല്ലാ പ്രശ്നങ്ങളും കുടുംബത്തിലേക്ക് കടന്നു കയറുന്നതും. അത് അംഗീകരിക്കാൻ പറ്റാതെ, അതിജീവിക്കാൻ പറ്റാതെ വിവാഹമോചനത്തിൽ ചെന്ന് തീരുന്നതിൻ്റെയും കാരണം ഈ ഹൃദയകാഠിന്യമാണ്. ഒരാളുടെ ഹൃദയം കുറേ കൂടി മാംസളമായ ഹൃദയം എന്ന് പറയുമ്പോൾ അതൊരു സിംബോളിക്കാണ്. കുറേ കൂടി കരുണയുള്ള രീതിയിൽ, പരിഗണിക്കാവുന്ന രീതിയിൽ, ആദരവ് കാട്ടാവുന്ന രീതിയിൽ നമ്മൾ ദമ്പതികൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിശ്ചയമായും ഇവിടെ ഹൃദയകാഠിന്യമില്ല. അപ്പോൾ അവർക്ക് ആ ദാമ്പത്യ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുതയാണ്, ഈശോ ഒറ്റ കാര്യത്തിലൂടെ, ഒറ്റ വാക്കെന്ന് പറയാനായിട്ട് ഹൃദയകാഠിന്യം എന്ന് പറയപ്പെടുന്ന 2 വാക്കാണ്. പക്ഷേ ഹൃദയകാഠിന്യം എന്ന് പറയുന്ന ഈ ഒരൊറ്റ വാക്കിലൂടെ ഈശോ വളരെ വ്യക്തമായിട്ടും എല്ലാത്തരം ദാമ്പത്യ പ്രശ്നങ്ങൾ, എല്ലാത്തരം വിവാഹമോചനങ്ങളുടെയും കാരണം ഈ ഒരു കാര്യം മാത്രമാണ് എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. നമുക്ക് പരിചയമുള്ള എല്ലാ ദമ്പതികളിലേക്കും കർത്താവിൻ്റെ സ്നേഹവും കരുണയും കടന്നു വന്ന് മാംസളമായൊരു ഹൃദയം അവർക്ക് നൽകിക്കൊണ്ട്, ശിലാഹൃദയം എടുത്തു മാറ്റിക്കൊണ്ട്, ആ ഒരു കാഠിന്യം ഉള്ള ഹൃദയമല്ലാതെ സ്നേഹമുള്ളൊരു ഹൃദയവുമായിട്ട് ജീവിക്കാനായിട്ട് ദമ്പതികൾക്ക് സാധിച്ചാൽ കുടുംബജീവിതം വിജയിക്കും. അതിന് ദൈവം നമുക്ക് പരിചയമുള്ള എല്ലാ സഹോദരങ്ങളെയും സഹായിക്കട്ടെ. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.